നമസ്കാരം. ഇന്നത്തെ വാചകം ഉപരാഷ്ട്രപതി ജഗദീർ ധൻവറിൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞു, സുപ്രീം കോർട്ട് സൂപ്പർ പാർലമെൻ്റ് അല്ല. ഇതിന് സമാനമായ ഒരഭിപ്രായം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും സുപ്രീം കോർട്ടിൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി. സുപ്രീം കോടതി സൂപ്പറല്ല എന്ന അഭിപ്രായമാണ് പൊതുവെ ഇവരെല്ലാം മുന്നോട്ട് വെക്കുന്നത്. ആ അഭിപ്രായ പ്രകടനം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായമാണ്, അവരുടെ അജണ്ടയാണ് എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനാസ്പദമായിട്ടുള്ള വിഷയം എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? സംസ്ഥാനങ്ങളുടെ നിയമസഭകൾ അവർ പാസ്സാക്കുന്നതായിട്ടുള്ള ബില്ലുകൾ അത് കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളായി സംസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതായിട്ടുള്ള ഗവർണർമാർ തടഞ്ഞു വെക്കുന്നു. തമിഴ്നാട്ടിലാണ് അത് ഏറ്റവും കൂടുതൽ ദുരന്തപൂരിതമായിട്ടുള്ള ഒരു തടഞ്ഞുവെപ്പായി മാറിയത്. അവിടുത്തെ ഗവർണർ RN രവി പറഞ്ഞു, ഇതെൻ്റെ അലമാരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇതിന് ജീവനില്ല, ഞാൻ ഒപ്പുവെച്ചില്ലെങ്കിൽ അത് മരിച്ചു പോകും എന്ന്. അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിലാണ് തമിഴ്നാട് ഗവൺമെൻറ് സുപ്രീം കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതി ആ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള വാദം കേൾക്കുകയും ചെയ്തു. അങ്ങനെ വാദം കേട്ട സമയത്താണ് സുപ്രീം കോടതിക്ക് തോന്നി, ഗവർണർമാർ വീറ്റോ പവറുള്ളവരല്ല, അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും വീറ്റോ പവറില്ല. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ അത് ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചും ആഗ്രഹത്തിനനുസരിച്ചും രൂപപ്പെടുന്നവയാണ്. അവ കാലോചിതമായി സമയാനുസൃതമായി പാസ്സാക്കി വിടാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗവർണർക്കും അതേപോലെ തന്നെ രാഷ്ട്രപതിക്കുമുണ്ട്. അതുകൊണ്ട് അവർ സുപ്രീം കോടതി പറഞ്ഞു, ഇതിന് തീർച്ചയായിട്ടും സമയോചിതമായ ഒരു വ്യവസ്ഥ ഉണ്ടാവണം. 3 മാസം കൊണ്ട് ബില്ലുകൾ പഠിച്ച് അവയിൽ തീരുമാനമെടുക്കുകയും അതിൽ ഒപ്പുവെക്കുകയും അല്ലെങ്കിൽ തിരിച്ചയക്കുകയും എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് സുപ്രീം കോടതി നിർവഹിച്ചതാകട്ടെ ഇന്ത്യൻ ഭരണഘടനയുടെ 142-ാം വകുപ്പ് അനുസരിച്ചാണ്. കംപ്ലീറ്റ് ജസ്റ്റിസ് അല്ലെങ്കിൽ സമ്പൂർണ്ണ നീതി എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നടപ്പിലാക്കി കൊടുക്കാനായിട്ട് കഴിയുക, അതിന് സുപ്രീം കോടതിക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചിട്ടാണ് സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിച്ചു. അതിനെതിരെയാണ് രാഷ്ട്രപതി അതേപോലെ തന്നെ ഉപരാഷ്ട്രപതിയും ഒക്കെ മനസ്സുകൊണ്ട് പ്രതികരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പുറത്ത് പ്രകടമാക്കിയത് ഉപരാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കൃത്യനിർവഹണം എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് എങ്ങനെ സൂപ്പർ പവറായി മാറേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യം ജഡ്ജിമാരെ കുറിച്ചായിരുന്നു. ഇവിടെ ചില ആളുകൾക്ക് നിയമം ബാധകമല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് ജഡ്ജിമാരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരുന്നു. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിൽ ഒരു ജഡ്ജിയുടെ വീട്ടിന് കരിഞ്ഞ കറൻസി നോട്ടുകളെ കണ്ടെത്തിയത്. കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഒക്കെ ജഡ്ജിമാരുടെ വീട്ടിൽ എങ്ങനെയാണ് ചാക്കിൽ വരുന്നത്? അത് വലിയ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. പക്ഷേ അതിനെതിരെ ഇതുവരെയും കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഉപരാഷ്ട്രപതി ചോദിച്ചു, ജഡ്ജിമാർ വിശുദ്ധ പശുക്കളാണോ? അവർക്ക് നിയമം ബാധകമല്ലേ? സാധാരണക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേസ് വരുന്ന റോക്കറ്റിൻ്റെ വേഗത്തിലാണ്. ജഡ്ജിമാരുടെ കാര്യത്തിലാകട്ടെ കാളവണ്ടിയുടെ അത്ര പോലും വേഗം അതിനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം വളരെ കർശനമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം ജഡ്ജിമാരെയും നിയമത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. ലോകപാൽ ജഡ്ജിമാരെ വിചാരണ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് സുപ്രീം കോടതി റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഭരണഘടനാ സംവിധാനത്തിനകത്ത് വരുന്ന എല്ലാ മനുഷ്യരും യഥാർത്ഥത്തിൽ നിയമത്തിന് വിധേയമായിരിക്കണം. എങ്കിൽ മാത്രമാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനം രാജ്യത്ത് നടപ്പിലാക്കാനായിട്ട് കഴിയുള്ളൂ. 142 എന്ന് പറയുന്ന വകുപ്പിനെക്കുറിച്ചും ഉപരാഷ്ട്രപതി പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം ഇതായിരുന്നു. അത് ഡെമോക്രസിക്കെതിരെ, ജനാധിപത്യത്തിനെതിരെ ഉപയോഗിക്കപ്പെടുന്നതായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയുടെ ആണവ മിസൈലുകളാണ് എന്നാണ് പറഞ്ഞത്. ശരിയാണ്. ഈ ഭരണഘടന സംവിധാനം ചെയ്ത സമയത്ത് ഭരണഘടനാ ശില്പികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ സുപ്രീം കോടതി ഉണർന്നു പ്രവർത്തിക്കേണ്ടതും
സുപ്രീം കോടതിക്ക് അതിന് അധികാരം നൽകേണ്ടതും ആവശ്യമാണ് എന്ന് കരുതി തന്നെയാണ് 142 വകുപ്പ് ഭരണഘടന അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെയും അടിത്തറയായിട്ട് മാറിത്തീർന്നത്. നമ്മുടെ സമൂഹത്തിനകത്ത് കൃത്യമായിട്ടുള്ള നീതി ലഭിക്കുക, അത് ആർക്കായാലും നീതി ലഭിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി പറഞ്ഞ വാചകങ്ങൾ അതിൻ്റെ ഇരുതല വശങ്ങൾ പരിശോധിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാനും നടപടിയെടുക്കാനും നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയണം. തീർച്ചയായിട്ടും നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ കലോചിതമായി തന്നെ പാസ്സാക്കപ്പെടണം. അതോടൊപ്പം തന്നെയാണ് ജഡ്ജിമാർ അവർ കുറ്റം ചെയ്താൽ അവരെയും വിചാരണയ്ക്ക് വിധേയമാക്കണം. എങ്കിലേ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആഹ്ലാദം വരുന്നൊരു പ്രക്രിയയായി മാറിത്തീരുകയുള്ളൂ.